മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ വളരെ സംതൃപ്തി തോന്നിയ ഒരു ചെറിയ അനുഭവം ഉണ്ടായി. പൂജപ്പുര ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അകത്തുള്ളൊരു സുഹൃത്തിനെ കാണാൻ പോയി. അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് എൻ്റെ കുറച്ച് പുസ്തകം വേണമെന്ന് പറഞ്ഞത് ആ വഴിയെ കടന്നു പോയപ്പോൾ ആ പുസ്തകം സുഹൃത്തിന് കൊടുക്കാനായിട്ടാണ് ഞാൻ പൂജപ്പുര ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിലേക്ക് പോയത്. ഞാൻ അവിടെ ചെന്നപ്പോൾ വളരെയധികം വ്യക്തികൾ പരിചിതരായിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പുസ്തകം സുഹൃത്തിനെ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞങ്ങൾ പണ്ടെല്ലാം പുരോഗമന പ്രസ്ഥാനങ്ങളിലെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് പ്രവർത്തിച്ചിരുന്നവരാണ്. ഇന്ന് രാഷ്ട്രീയ ചിന്താധാര ഏതാണെങ്കിലും ഈ നാടിൻ്റെ പൈതൃകവും സാറ് പറയുന്നതുമെല്ലാം കേട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നവരാണ് എന്നവർ പറയുകയുണ്ടായി. വളരെ സന്തോഷത്തോടുകൂടി അവരുടെ കൂട്ടത്തിൽ ഒരു മിനിറ്റ് ചെലവഴിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഗേറ്റിലെത്തിയപ്പോൾ ഒരു മുസ്ലിം താടി വെച്ചിട്ടുണ്ട്, ഇടത്തോട്ട് മുണ്ടെടുത്തിട്ടുണ്ട്, മുട്ടിന് താഴെയാണ് മുണ്ടെടുത്തിരിക്കുന്നത്. ഇങ്ങനെയെല്ലാമാണ് വേഷമെങ്കിലും സാമ്പത്തികമായിട്ട് നല്ല ഒരു ലുക്കുള്ളൊരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറിൻ്റെ മുഖം എനിക്ക് വളരെ വളരെ പരിചിതമാണ്. സാറ് ഖുറാനെ കുറിച്ചെല്ലാം പറയുന്നത് ഞാൻ കേട്ടു. സാറ് പറയുന്നതാണ് സത്യം. പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതും പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നതും പരിശുദ്ധ ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്നതുമെല്ലാം ഒന്ന്. മുസ്ലിങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നത് അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതാണ്. സാറിത് ഉറക്കെ പറയാൻ മുമ്പോട്ട് വന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണാമം പറഞ്ഞ് തിരിച്ച് യാത്രയാവുകയും ചെയ്തു. ഒരു തനി മുസ്ലിമായിട്ടുള്ള വ്യക്തിയിൽ നിന്ന് ഇപ്രകാരം ഒരു വരി കേട്ടപ്പോൾ ആത്മസംതൃപ്തി തോന്നി. അദ്ദേഹം എന്തുദ്ദേശിച്ചിട്ട് പറഞ്ഞതാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതിനോട് ചേർത്ത് ഒരു 4-5 വരികൾ പ്രൊഫസർ പി മുഹമ്മദ് കുട്ടശ്ശേരി സഹിഷ്ണുത എന്ന തലക്കെട്ടിൽ പറഞ്ഞതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാം. മാതൃഭൂമിയിൽ റംസാൻ പീരീഡിൽ വന്നതാണ്. പ്രവാചകൻ ഹജ്ജത്തുൽ വിദാഇൽ ഇങ്ങനെ പ്രസംഗിച്ചു, ജനങ്ങളെ, നിങ്ങളുടെ ദൈവം ഒന്ന്, പിതാവ് ഒന്ന്. അറബിക്ക് അനറബിക്ക് റബിയേക്കാളോ, ചുവന്നവന് കറുത്തവനേക്കാളോ, കറുത്തവന് ചുവന്നവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല. ഭക്തി കൊണ്ടല്ലാതെ നിങ്ങളിലെ ഏറ്റവും മാന്യൻ, ഏറ്റവും ഭക്തൻ ജാബിറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഖുറാനിലൊരു വരിയാണ്. ഒരു മനുഷ്യനും ഒരു ശ്രേഷ്ഠതയും ഇല്ല പ്രത്യേകിച്ച് എന്ന് മുഹമ്മദ് നബി വളരെ ഭംഗിയായിട്ട് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. അത്രയും. ഇനി ഒരു പത്രത്തിൽ അടുത്ത കാലത്ത് വന്നൊരു വാർത്ത, വൃക്കയ്ക്കും മതമുണ്ട്, അനുഭവം പാഠമാക്കി ശ്രീമതി ലേഖ എം നമ്പൂതിരി എന്ന വളരെ നല്ല രീതിയിൽ ഒരു വാർത്ത വന്നത്. ഇത് ആലപ്പുഴ ശരിക്ക് മാവേലിക്കര തട്ടാരമ്പലം കാട്ടുവള്ളി വീട്ടിൽ സാജൻ നമ്പൂതിരിയുടെ ഭാര്യ ലേഖ നമ്പൂതിരി, 31 വയസ്സായിട്ടുള്ള ആ പെൺകുട്ടിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഈ ലേഖ നമ്പൂതിരിയും ശ്രീമതി ലേഖ നമ്പൂതിരിയും അവരുടെ ഭർത്താവ് സാജനും 2 മക്കളും കറകളഞ്ഞ RSSകാരാണ്. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ്. സാജൻ നമ്പൂതിരി രോഗിയുമാണ്. മക്കളെ പഠിപ്പിക്കാൻ യാതൊരു വഴിയുമില്ലാതെ അന്ത്യത്തിൽ
ശ്രീമതി ലേഖ എം നമ്പൂതിരി തൻ്റെ വൃക്ക വിൽക്കാൻ തീരുമാനിച്ചു. ഇതിൽ വിവരിച്ചിരിക്കുന്ന അതാണ്. വൃക്ക, കിഡ്നി വിൽക്കാൻ തീരുമാനിച്ചു. ധാരാളം വ്യക്തികൾ 15 ലക്ഷം രൂപ വരെ ഓഫർ ചെയ്തു. പക്ഷേ അത് വളരെ വളരെ ആകർഷകമായ ഒരു എമൗണ്ടാണ് എന്ന് തോന്നിയാലും അതൊന്നും അവര് സ്വീകരിച്ചില്ല. അവര് ഒരു മുസ്ലിം യുവാവ്, മലപ്പുറത്തെ ഒരു മുസ്ലിം യുവാവ് ഷാഫി നവാസി 35-ന് കഴിഞ്ഞ വർഷം നവംബറിൽ വൃക്ക ദാനം ചെയ്തു. ഒരു മുസ്ലിമിനാണ് അവരുടെ വൃക്ക ദാനം ചെയ്തത്, ഒരു പൈസ പോലും വാങ്ങിക്കാതെ. അടുത്ത ദിവസം ഈ മുസ്ലിമിന് ഒരു നമ്പൂതിരി സ്ത്രീ തൻ്റെ വൃക്ക ഒരു പൈസയും വാങ്ങിക്കാതെ ദാനം ചെയ്തു എന്ന വാർത്തയും ഈ നമ്പൂതിരി ഷാഫി എന്ന പയ്യൻ, ഈ മുസ്ലിം ഷാഫി എന്ന പയ്യൻ നമ്പൂതിരിയുടെ വൃക്കയും കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ ഇസ്ലാം മതത്തിലെ അനുയായികൾ ഈ പയ്യനെതിരായി, ഈ നമ്പൂതിരി പെൺകുട്ടിക്കെതിരായി അസഭ്യ വർഷങ്ങൾ കൊണ്ട് ചൊരിഞ്ഞ് ഒരു നമ്പൂതിരിയുടെ വൃക്കയും കൊണ്ട് ഒരു മുസ്ലിം ജീവിക്കണ്ട എന്ന് വരെ മുസ്ലിം സമുദായം പറഞ്ഞ് അതൊരു സമരത്തിന്റെ കാഹളം വരെയാക്കി മാറ്റി. മാത്രമല്ല, ആ പെൺകുട്ടി നേരിട്ട് പറയേണ്ടായി, നമ്പൂതിരി യുവതിയുടെ വൃക്കയാണ് തന്റെ ശരീരത്തിലുള്ളതെന്ന് അറിഞ്ഞതോടുകൂടി ബന്ധുക്കളും സുഹൃത്തുക്കളും മതസംഘടനകളിൽപ്പെട്ടവരും വിമർശിക്കുന്നതായി വൃക്ക ലഭിച്ച യുവാവ് പറഞ്ഞെന്നും ഇതിന്റെ പേരിൽ തന്നോട് മോശമായി സംസാരിച്ചെന്നും ലേഖ നമ്പൂതിരി പറഞ്ഞു. യഥാർത്ഥത്തില് ഒരു മതവുമില്ല, ഒരു ചുമപ്പും പച്ചയും കറുപ്പും ഒന്നുമില്ല എന്ന് പ്രവാചകൻ പറഞ്ഞതും ആ പ്രവാചകന്റെ അനുയായികളായ ഈ സമുദായത്തിലെ വ്യക്തികളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഷാഫി ഒരു നമ്പൂതിരി പെൺകുട്ടിയുടെ വൃക്ക സ്വീകരിച്ചതിനെതിരെ ആ മുസ്ലിം സമുദായം പ്രതികരിച്ചത് ഒന്ന് അറിയണം. സഹിഷ്ണുത എന്ന പേരില് പ്രൊഫസർ പി മുഹമ്മദ് കുട്ടശ്ശേരി എഴുതിയ ലേഖനവും പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതും അറ്റ്ലീസ്റ്റ് കേരളത്തിലെ മുസ്ലിം സമുദായവും തമ്മിലുള്ള അന്തരം എത്രയാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു സംഭവം മാത്രം മതി. മറ്റൊന്നുകൂടി ഇതിന്റെ കൂട്ടത്തിൽ പറയാം. ഇനിയെങ്കിലും ഹിന്ദുക്കൾ പാഠം പഠിക്കണം. ഏത് മുസ്ലിമിനെ സഹായിച്ചാലും എല്ലാ മുസ്ലിങ്ങളും ഒരേപോലെ അല്ല എങ്കിലും ആരോ ഒരാൾ പറഞ്ഞതുപോലെ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല. പക്ഷെ എല്ലാ തീവ്രവാദികളും ഏത് സംഘടനയിൽപ്പെട്ടവരാണ്, ഏത് മതത്തിൽപ്പെട്ടവരാണ് എന്നൊന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വരി പോലെ തന്നെ പ്രേരിപ്പിക്കാൻ പറ്റിയ വാർത്തയാണ് ഈ പത്രത്തിൽ വന്നത്. ഒരു മുസ്ലിമിനെ സഹായിച്ചാൽ അവൻ എക്കാലവും ഒരേപോലെ തിരിച്ച് നന്മ നിറഞ്ഞ രീതിയിൽ പ്രതികരിക്കണമെന്നില്ല എന്നും ലോകത്തില് അവനവന്റെ മതം, അവനവന്റെ ആൾക്കാര്, അവനവന്റെ പ്രവാചകൻ, അവനവന്റെ ദൈവം, അവനവന്റെ പുസ്തകം, മറ്റെന്തിനേയും കൊന്നും കൊലവിളിച്ചും ജീവിക്കാൻ പഠിച്ച ഒരു വിഭാഗമാണ് ഭൂരിപക്ഷവും ഈ മതത്തിലുള്ളത് എന്ന് ഒന്ന് തിരിച്ചറിയണം. അതിൽ തന്നെ സഹിഷ്ണുത എന്ന വരിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഈ ഭൂമിയിൽ നിവസിക്കുന്ന മനുഷ്യൻ വിവിധ മതങ്ങളിലും ദർശനങ്ങളിലും വിശ്വസിക്കുന്നവരാണ്. ദൈവം ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ ജനങ്ങളെയെല്ലാം ഒറ്റ സമുദായമാക്കാമായിരുന്നു എന്ന് ഖുർആൻ പ്രസ്താവിക്കുന്നു. മനുഷ്യന് ഇഷ്ടമുള്ള ആദർശം സ്വീകരിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകിയതുകൊണ്ടാണ് ഈ വൈവിധ്യം സംഭവിച്ചത്. മറ്റെല്ലാ മതത്തിലുള്ളവരോടും മുസ്ലിങ്ങൾ കരുണയോടുകൂടി പെരുമാറണമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഈ ഷിയ എന്നുള്ളതും സുന്നി എന്നുള്ളതും അഹമ്മദിയ എന്നുള്ളതും സുഫി എന്നുള്ളതുമായിട്ടുള്ള വിഭാഗക്കാരോടെങ്കിലും ഒരേ പ്രവാചകനെ, ഒരേ മെക്കയെ, ഒരേ ഗ്രന്ഥത്തെ, ഒരേ പുണ്യസ്ഥലത്തെ, ഒരേ ചന്ദ്രക്കലയെയും നക്ഷത്രത്തെയും ഒരേ കാബയെയും ആരാധിക്കുന്നവരാണ് പരസ്പരം കൊന്നും ചത്തും കൊലവിളി വിളിച്ചും ജീവിക്കുന്നത്. പ്രവാചകൻ മറ്റു മതങ്ങളോട് സഹിഷ്ണുത കാണിക്കണമെന്ന് പറഞ്ഞത് അവനവന്റെ മതത്തിലെ വിവിധ വിഭാഗങ്ങളോടെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു. ഹിന്ദുക്കളിൽ ജാതി വ്യവസ്ഥയുണ്ട്. പക്ഷേ ഒരു നായരും ഈഴവനെ കൊല്ലാനായിട്ട് വന്നിട്ടില്ല. ഒരു ഈഴവനും പുലയനെ കൊന്നിട്ടില്ല. പരസ്പരം അസ്പൃശ്യതയോ
ജാതിയിലെ തട്ടിലെ വ്യവസ്ഥയോ ഇതെല്ലാം വ്യത്യാസമോ എല്ലാം ഉണ്ടായേക്കാം. പച്ചയ്ക്ക് അമേരിക്കൻ പത്രക്കാരനെ കഴുത്തറത്ത് കൊന്ന് ആ തല വധിക്കപ്പെട്ടവന്റെ നെഞ്ചത്ത് വെച്ച കാഴ്ചയാണ് ഇന്നലെ ടിവികളിൽ കണ്ടത്. അപ്പൊ സഹിഷ്ണുത കാണിക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞതും മുസ്ലിം സമുദായം കാണിച്ചു കൂട്ടുന്നതും തമ്മിൽ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ജൂതനോ ജൈനമതക്കാരനോ നിരീശ്വരവാദിയോ ആരാവട്ടെ എല്ലാവരും മനുഷ്യരാണ്. ഇതൊക്കെ ആരോട് പറയാം മുഹമ്മദ് കുട്ടശ്ശേരി സാറേ? എല്ലാവരും മനുഷ്യരാണ് എന്നൊന്ന് മുസ്ലിങ്ങൾ മാത്രമെങ്കിലും ചിന്തിച്ചാൽ മതിയായിരുന്നു. ഈ ലോകം കുറെ കൂടി നന്നാകുമായിരുന്നു. മനുഷ്യരെല്ലാവരും ദൈവത്തിന്റെ ആദരണീയ സൃഷ്ടികളാണെന്ന് ഖുർആൻ പ്രസ്താവിക്കുന്നു. അതുകൊണ്ടാണ് മുസ്ലിം രാജ്യങ്ങളിൽ ഇന്നും സമാധാനത്തിന്റെ ഉത്തുംഗ ശൃംഖലയിലുള്ളതെന്ന് വ്യംഗ്യാർത്ഥത്തിൽ പറയേണ്ടി വരുന്നു. അതിനാൽ വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള ബന്ധം ഈ മാനുഷികതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മുസ്ലിമിന്റെയും മനസ്സിൽ ഇതുണ്ട് എന്ന് തോന്നുന്നില്ല. ആരോ ഒരാൾ പറഞ്ഞതുപോലെ ഓരോ മുസ്ലിമും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വളരെ നല്ലവരാണ്, ഒരുമിച്ച് ചേർന്നാൽ അവരാണ് ലോകത്തിന്റെ അഗ്നിപർവ്വതം എന്ന് പറയുകയുണ്ടായി. അടുത്ത വരി നോക്കാം. ഏത് മതക്കാരന്റെയും രക്തവും ധനവും അഭിമാനവും സുരക്ഷിതമായിരിക്കണം. നന്മയുടെയും ഭക്തിയുടെയും മാർഗത്തിൽ എല്ലാവരും പരസ്പരം സഹായിച്ചും പ്രവർത്തിക്കണം. ആരുടെ ദേവാലയങ്ങൾക്ക് പവിത്രത കൽപ്പിക്കണം. അതുകൊണ്ടാണ് ജന്മാഷ്ടമി ദിവസം ശ്രീകൃഷ്ണന്റെ ചിത്രവും വഹിച്ചുകൊണ്ടു പോകുന്ന ശോഭയാത്ര മുമ്പിലൂടെ പോകുമ്പോൾ അതിന് കല്ലെറിയുകയും അല്ലെങ്കിൽ അത് തകർക്കുകയും ഹിന്ദു ദേവാലയങ്ങളെ നശിപ്പിക്കുകയും 10,000 ഉത്തരേന്ത്യയിലെ ദേവാലയങ്ങൾ ബാബർ ശ്രീരാമന്റെ ക്ഷേത്രം നശിപ്പിച്ചതുപോലെ നശിപ്പിക്കുകയും എല്ലാം ചെയ്യണമെന്ന് പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇവരിതെല്ലാം ചെയ്യുന്നത് എങ്കിൽ യഥാർത്ഥത്തിൽ പ്രവാചകൻ പറഞ്ഞതും നിങ്ങൾ ചെയ്യുന്നതും തമ്മിൽ എത്ര അന്തരമാണുള്ളത് എന്ന് തിരിച്ചറിയണം. ആരുടെ ദേവാലയങ്ങൾക്ക് പവിത്രത കൽപ്പിക്കണം. അയൽവാസികളോടുള്ള കടമകൾ പാലിക്കുന്നതിൽ മതവ്യത്യാസം പാടില്ല. ഏത് മനുഷ്യന് ദാനം ചെയ്താലും പുണ്യമുണ്ട്. അന്യമതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ വത്സിക്കരുത്. ഇവയത്രയും ഖുർആനും നബിവാക്യങ്ങളും വ്യക്തമാക്കി ഇസ്ലാമിക തത്വങ്ങളാണ്. ഇവയത്രയും ഖുർആനും അതുപോലെ തന്നെ ഖുർആനും നബിവാക്യങ്ങളും വ്യക്തമാക്കിയ ഇസ്ലാമിക തത്വങ്ങളാണ്. ഒരു മുസ്ലിമും ജീവിതത്തിൽ പകർത്താത്ത ഇസ്ലാമിക തത്വങ്ങളാണ് എന്നുകൂടി ചേർത്താലേ വരി മുഴുവനുമാവുള്ളൂ. ഇവ യഥാവിധി പാലിക്കപ്പെട്ടതിന് ചരിത്രത്തിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ചരിത്രത്തിലും നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇസ്ലാമിക ലോകത്തിൽ അതിനെന്തെങ്കിലും ഉദാഹരണങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. കേരളത്തിലും ജമ്മു കാശ്മീരിലും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഭാരതത്തിലും ഒന്നും തന്നെ ഇത് പാലിക്കപ്പെട്ടതിന് ഒരു തെളിവുമില്ല. 1928 ഒരു മുസ്ലിം ഒരു നരസിംഹമൂർത്തിയുടെ ഒരു അമ്പലമുണ്ടാക്കി ഉപാസിച്ച് നരസിംഹൻ എന്ന പേരോടുകൂടി ആ നരസിംഹമൂർത്തിയെ പൂജിച്ചവന്റെ കഴുത്ത് പച്ചയ്ക്ക് അറുത്ത് കൊന്ന ഒരു സംസ്കാരമുള്ള മുസ്ലിം സമുദായം കേരളത്തിലുണ്ട് എന്ന് തിരിച്ചറിയണം. അതുപോലെ തന്നെ ഒരു മൗലവി എല്ലാ മതഗ്രന്ഥങ്ങളും പരിശുദ്ധമാണ് എന്ന് പറഞ്ഞതിനാണ് ചേകന്നൂർ മൗലവിയെ പച്ചയ്ക്ക് കഴുത്തറുത്ത് രാത്രി വീട്ടിൽ നിന്ന് വിളിച്ചുപോയി കൊന്നത്. ഈ മുഹമ്മദ് നബിയുടെ പ്രവാചകന്റെ വരികളും കേരളത്തിലെ മുസ്ലിങ്ങൾ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ആ മൗലവിയെ കൊന്നത് കുറച്ചു പേരാണ്. മറ്റുള്ളവർക്ക് അതിൽ ഉത്തരവാദിത്വമില്ല എങ്കിൽ മറ്റ് മുസ്ലിങ്ങൾ ഇതിനെതിരെ പ്രവർത്തിച്ച് ആ മുസ്ലിങ്ങളില് ഈ മൗലവിയെ കൊന്നവരെ ചൂണ്ടിക്കാണിച്ച് അവരെ തുറുങ്കിൽ അടച്ച് ശിക്ഷിക്കാൻ ഈ മുസ്ലിം സമുദായം കൂട്ടത്തിൽ നിൽക്കേണ്ടതല്ലേ? ഒരു മുസ്ലിം മന്ത്രിയും ഒരു മുസ്ലിം ലീഗും ഒരു INL-ഉം ഇതിന് കൂട്ടുനിന്നില്ലെന്ന് മാത്രമല്ല, ചേകന്നൂർ മൗലവിയുടെ ദാരുണമായ അന്ത്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഗവൺമെന്റിനെ കൊണ്ട് തയ്യാറാക്കിയിട്ടില്ല. മറ്റു മതങ്ങൾ നന്മ നിറഞ്ഞതാണെന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ പറഞ്ഞു എന്നുള്ളൊരു കുറ്റമേ ചേകന്നൂർ മൗലവി ചെയ്തിട്ടുള്ളൂ എന്നുകൂടി തിരിച്ചറിയാനുണ്ട്. അതേ വരിയിലുള്ളത് ജൂതന്റെ ശവമഞ്ചം കടന്നു പോകുന്നത് കണ്ടപ്പോൾ എഴുന്നേറ്റ് ആദരവ് കാണിക്കാൻ നബി ഉപദേശിച്ചു. ബലിപ്പെരുന്നാളിന്റെ അന്ന് മാംസം ജൂതനായ അയൽക്കാരന് നൽകുന്നതിൽ നബി പ്രത്യേകം ശ്രദ്ധിച്ചു. ആ ജൂതന്റെ ശവമഞ്ചം പോയപ്പോ നബി എഴുന്നേറ്റ് നിന്നു എങ്കിൽ ഇവിടെ ശ്രീകൃഷ്ണന്റെ പ്രതിമയോ ഹിന്ദുക്കളുടെ പ്രൊസഷനോ
ഹിന്ദുക്കളുടെ കല്യാണത്തിന്റെ യാത്രയോ മുസ്ലിം പള്ളിയുടെ മുമ്പിൽ കൂടെ പോയാൽ ബോംബാണോ, കല്ലാണോ, വടിയാണോ, മണ്ണാണോ, ചെളിയാണോ വരുന്നത് എന്ന് പോലും അറിഞ്ഞൂടാ. 82% ഹിന്ദുക്കളുള്ള ഒരു നാട്ടില്, ഹൈന്ദവ ജനതയുടെ ആധാരമായ ഹിന്ദുസ്ഥാനത്തില് മുസ്ലിങ്ങളുടെ ആ അസാധാരണമായിട്ടുള്ള മാനസികാവസ്ഥയാണ് ഇവിടത്തെ ദേവതയായ ശ്രീകൃഷ്ണന്റെ പ്രതിമ പോലും മുമ്പിൽ കൂടെ കൊണ്ടുപോകാൻ അനുവദിക്കാത്ത അവസ്ഥ. ഓർമ്മിക്കുക, പ്രവാചകൻ പറഞ്ഞതും യാഥാർത്ഥ്യവും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് എന്നൊന്ന് തിരിച്ചറിയണം. അതേപോലെ അടുത്തത് നോക്കാം. രഹസ്യം വ്യക്തമാണ്. PMA ഗഫൂർ പറഞ്ഞിരിക്കുന്ന വരി തിരുനബി ഉണർത്തുന്നു. തന്റെ കൂട്ടുകാരന് സംഭവിച്ച ഒരു തെറ്റ് ഒരാൾ അറിയുകയും എന്നിട്ട് അത് രഹസ്യമാക്കി വെക്കുകയും ചെയ്താൽ അന്ത്യനാളിൽ അല്ലാഹു അവന്റെ ന്യൂനതകൾ ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കും. എല്ലാം രഹസ്യമാക്കി വെക്കണമെന്ന രീതിയിലാണ് ഇപ്പം മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. രഹസ്യത്തിന്റെ മറ തകർക്കരുതെന്ന് പ്രവാചകൻ പലവരും നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാം രഹസ്യമായി വെച്ചിട്ടാണ് ഒരു മതം തീവ്രവാദികളുടെ ആധാര കേന്ദ്രമായി മാറിയത് എന്ന് തിരിച്ചറിയാൻ പറ്റണില്ല. നമ്മുടെ രഹസ്യങ്ങളിൽ പുലർത്തുന്ന ജാഗ്രത നമുക്കറിയുന്ന രഹസ്യങ്ങളിലും പുലർത്താൻ സാധിക്കുന്നിടത്താണ് വിജയം. അന്യരുടെ രഹസ്യം തേടുന്നതിനെ അങ്ങേയറ്റം അപലപിച്ച റസൂൽ രഹസ്യം രക്തമാണെന്നും പറഞ്ഞു. രക്തം പുറത്തെത്തുമ്പോൾ സംഭവിക്കുന്ന മുറിവ് രഹസ്യം പുറത്താകുമ്പോൾ സംഭവിക്കുന്നു എന്ന അർത്ഥം. സമൂഹം സുരക്ഷിതത്വത്തിന്റെ താക്കോലാണ് തിരുനബി കൈമാറുന്നത്. സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ താക്കോലാണ് തിരുനബി കൈമാറുന്നത്. അന്യോന്യം പുലർത്തേണ്ട ആദരവും മര്യാദയും ഇതിലേറെ മനോഹരമായി എവിടെയാണ് വിവരിക്കുക? എല്ലാം രഹസ്യമായി വെച്ചതുകൊണ്ട് മാത്രമാണ് ഒരു തീവ്രവാദിയെ പിടിച്ചാൽ മറ്റ് തീവ്രവാദികളെ പിടിക്കാൻ പറ്റാതെ പോകുന്നത്. സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടി നിൽക്കാനാണ് ഉപദേശിച്ചിരുന്നതെങ്കിൽ അസത്യവും അധർമ്മവും അനീതിയും അന്യായവും നടക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനും അത് രഹസ്യമായി വെക്കാതിരിക്കാനും അത് പരസ്യമായി ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും ഇന്നത്തെ ഇലക്ട്രോണിക് മാധ്യമങ്ങളും അതുപോലെ പ്രിന്റ് മാധ്യമങ്ങളും ചെയ്യുന്നത് എത്ര ധന്യമായൊരു കർമ്മമാണ്. അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ തിന്മകളും നിറയുമായിരുന്നു. ഈ അഴിമതിയും സ്വജനപക്ഷപാതവും തിന്മയും അറിയുന്നവരെ അത് രഹസ്യമായി വെച്ചാലുള്ള അവസ്ഥ എന്താണെന്ന് കൂടി അറിയാൻ ഇതേപോലെയുള്ള ഒരു ഉപദേശം എങ്ങനെ സമൂഹം തെറ്റായ രീതിയിൽ ജീവിതത്തിൽ പകർത്തുന്നു എന്ന് നോക്കുകയാണെങ്കിൽ അത് ഈ മതത്തിന്റെ കീഴിൽ വളരുന്ന ജനതയുടെ മനസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അറിയണം നമ്മൾ യാഥാർത്ഥ്യം എന്ത്, പ്രവാചകൻ പറഞ്ഞത് എന്ത്, അതുപോലെ തന്നെ വിശുദ്ധ പുസ്തകം പറഞ്ഞത് എന്ത്, അതിന്റെ അനുയായികൾ ജീവിതത്തിൽ പകർത്തുന്നത് എന്തെന്ന് തിരിച്ചറിയുമ്പോഴാണ് സത്യം മുമ്പിൽ തെളിയുന്നത്. ഇതെല്ലാം ഞാൻ ഇറങ്ങിച്ചെന്ന് വായിച്ച് മനസ്സിലാക്കാൻ കാരണം അനവധി മുസ്ലിം യുവാക്കള് വെല്ലുവിളിക്കുന്ന പോലെയും വിമർശിക്കുന്ന പോലെയും ഒരു പരിധിവരെ അവഹേളിക്കുന്ന പോലെയും പറഞ്ഞതുകൊണ്ട് സാറ് ഖുറാനിന്റെ ഉള്ളിൽ ചെന്ന് ഖുറാനിന്റെ അകത്ത് ചെന്ന് ഖുറാനിന്റെ അഗാധതയിൽ ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. ഒന്നും അറിയാതെ സാർ സംസാരിക്കുന്നതാണ് ഞങ്ങൾക്ക് സാറിനോട് വിദ്വേഷം എന്ന രീതിയിൽ പലരും എഴുതിയപ്പോൾ, എന്നാൽ ഖുറാനെക്കുറിച്ച് നല്ലോണം അറിയാവുന്നവര് എഴുതിയത് അതിന്റെ വിശകലനങ്ങളിലേക്ക് പോവാണ്. ഖുറാൻ പഠിക്കാൻ വേണ്ടി ഞാൻ സമയം ചെലവഴിക്കുന്നതിനേക്കാൾ നല്ലത് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇതിന്റെ ഉള്ളറകളിലേക്ക് ഇതിലൂടെ അല്ലെങ്കിൽ ഇപ്രകാരം പോകാൻ ഞാൻ ആഗ്രഹിച്ചതും നിങ്ങളുടെ മുമ്പിൽ ഇത് സമർപ്പിക്കുന്നതും. പ്രണാമം, നമസ്കാരം.